മാവാം ദൈവമേ വരണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ്ടുവട്ടം 6-ാം ഞായർ. ഇന്നത്തെ വിശുദ്ധ ബലിമധ്യേ നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവിൻ്റെ അഴിച്ചുപണിയാണ് നമ്മൾ കാണുന്നത്. നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നതെന്ന് ഈശോ പറയുന്നു. മലാക്കി പ്രവാചകന് ശേഷം ഏകദേശം 400 വർഷത്തിൽ പരം ഇസ്രായേൽ ജനതയ്ക്ക് പ്രവാചകന്മാർ ഉണ്ടായിരുന്നില്ല. ഈ കാലഘട്ടത്തെ അറിയപ്പെട്ടിരുന്നത് നിശബ്ദതയുടെ വർഷങ്ങളെന്നാണ്. അതിനുശേഷം AD 2-ാം നൂറ്റാണ്ടോടുകൂടിയാണ് സ്നാപക യോഹന്നാൻ തൻ്റെ പ്രവചനവുമായിട്ട് കടന്നു വരുന്നത്. ഈ നിശബ്ദതയുടെ ഈ 400 വർഷത്തിൽ പല ഗ്രൂപ്പുകൾ യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായി. ഫരീസയർ, നിയമജ്ഞർ, ഹെരോദിയ പക്ഷക്കാർ, ഇങ്ങനെ പല വിഭാഗങ്ങൾ രൂപപ്പെടുകയും ജനങ്ങളുടെ സംസാര ഭാഷ അരമായിക് ഭാഷയായിരുന്നു. എന്നാൽ നിയമജ്ഞരും ഫരീസയരും ഒക്കെ ലഭിക്കപ്പെട്ടിരുന്ന നിയമങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നത് ഇവരായിരുന്നു. ഇവർ പലപ്പോഴും ദൈവത്തിൻ്റെ മനസ്സിന് വിപരീതമായിട്ട് മാനുഷികമായ ചിന്തകൾ കൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങളെ അവരുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് അവിടുന്ന് വ്യാഖ്യാനിച്ചു. അതുകൊണ്ടാണ് ഈശോ പറയണത്, നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്, അത് പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ് എന്ന്. കൊല്ലരുത് എന്നൊരു നിയമം അവർക്കുണ്ട്. അത് അവർ പഠിച്ചിരുന്നത് ശാരീരികമായി കൊല്ലാതിരിക്കുക. അല്ലാതെയുള്ള ഏത് പ്രവർത്തികൾ ചെയ്താലും അത് കുഴപ്പമൊന്നുമില്ല. അവർക്കെതിരെ നിങ്ങൾക്ക് അവരോട് അസൂയ കരുതാം, അവരോട് വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കാം, അതൊന്നും കുഴപ്പമില്ല. ശാരീരികമായിട്ട് മാത്രം നിങ്ങൾ കൊല്ലാതെ ഇരുന്നാൽ മതി. ഈശോ പറയുന്നു, ദൈവം എന്താണ് ഉദ്ദേശിച്ചത്? കൊല്ലരുത് എന്ന പ്രവൃത്തിക്ക് തുല്യമാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരു വ്യക്തിയോട് വെറുപ്പ് സൂക്ഷിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് അസൂയയുണ്ടാകുമ്പോൾ, ഒരു വ്യക്തിയോട് വിദ്വേഷമുണ്ടാകുമ്പോൾ ആ വ്യക്തിയെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് ഈശോ ഇവിടെ തിരുത്തി പറയുകയാണ്. കർത്താവ് പറയുന്നു, നിയമജ്ഞരുടെയും ഫരീസയുടെയും നീതിയെ നിങ്ങൾ അതിലംഘിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന ബൗണ്ടറിയിലുള്ളൊരു ജീവിതം ഒരു ക്രൈസ്തവനില്ല എന്നാണ് യേശു പറയുന്നത്. ലൈൻ വരിച്ചിട്ട് ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് പോകണം. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിൽ അവന് ഉയർച്ചയുണ്ടാകണം. മിനിമത്തിൽ നിന്നാൽ പറ്റില്ല, അവൻ വളരണം എന്ന് യേശു പറയുകയാണ്. കൊല്ലുന്നതിന് തുല്യമാണ് ഒരുവനോട് കോപിക്കുന്നത് എന്ന്. കോപിക്കുന്നവൻ ന്യായവിധിക്ക് അവൻ അർഹനാകുമെന്നും ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ പ്രകടിപ്പിക്കാത്ത കോപം വരാത്തവരായിട്ട് ആരുണ്ട്? നമ്മളെല്ലാവരും കോപിക്കുന്നവരാണ്. ചിലരൊക്കെ പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കും. ഈശോ പറയാണ്, കോപിക്കുന്നവൻ ന്യായവിധിക്ക് വിധേയനാകുമെന്ന്. പ്രകടിപ്പിക്കാത്ത കോപം, ഉള്ളിൽ വിദ്വേഷം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. നമ്മുടെയൊക്കെ ഉള്ളിൽ കോപം, അസൂയ, ആസക്തി, വൈരാഗ്യം എന്നിവയൊക്കെ ഒരുവന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അവൻ പിശാചിന്റെ കെണിയിൽ വീഴുമെന്നാണ് ഈശോ പറയുന്നത്. താൻ സുവിശേഷത്തിൽ നമ്മൾക്ക് വായിച്ചു കേട്ടു, നിങ്ങൾ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുന്നതിന് മുമ്പ്. എന്താണ് ഈ കാരാഗ്രഹം? ഇത് പൈശാചിക ശക്തിയുടെ പിടിയാണ്. അവന്റെ തടവറയിൽ കഴിയുന്നതാണ്. നിന്റെ ഉള്ളിൽ നീ വിദ്വേഷമുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, നിന്റെ സഹോദരനോട് അസൂയയുണ്ടെങ്കിൽ, കോപം വന്നിട്ടും പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും നീ പിശാചിന്റെ കെണിയിലായിരിക്കുമെന്ന് സുവിശേഷം പറയുന്നു. നീയായിട്ട്. അതുകൊണ്ടാണ് ഈശോ പറയണേ, നിന്നോട് ആർക്കെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ നീ പോയി ക്ഷമിക്കണമെന്ന് വചനം പറയുന്നത് കൊണ്ടാണ്
നമ്മൾ ഈ പിശാചിന്റെ കെണിയിൽ വീഴുവാനായിട്ട് പാടില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2 മുതൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നില്ലേ, നിങ്ങൾ ക്ഷമിക്കുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതാ സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് എന്ന്. നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ, വിദ്വേഷം ഉള്ളിൽ കരുതുമ്പോൾ സാത്താൻ നമ്മളെ അവന്റെ വലയിൽ വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരോടും ക്ഷമിക്കാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈശോ പറയുന്നു, വ്യഭിചാരം ചെയ്യരുത്. നിയമജ്ഞർ ജനത്തെ പഠിപ്പിച്ചിരുന്നു, അത് പ്രവൃത്തിയിൽ ചെയ്യാതിരുന്നാൽ മതി. നിങ്ങളുടെ ആസക്തിയിൽ, ചിന്തയിൽ അതൊന്നും കുഴപ്പമില്ല, പ്രവൃത്തി മാത്രമാണ് പ്രശ്നം. ഈശോ പറയണേ, നീ ആസക്തിയോടുകൂടെ ഒരു സ്ത്രീയെ നോക്കുന്നുവെങ്കിൽ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു കഴിഞ്ഞുവെന്ന. നമ്മൾ പലപ്പോഴും നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്തകളുണ്ട്. എല്ലാം ഈശോ ക്ഷമിക്കും, എല്ലാം ഈശോ ക്ഷമിക്കുമെന്ന് കരുതുന്നിടത്താണ് ഈശോ ഇന്ന് പറയണേ, നിന്റെ കൈ പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ, നിന്റെ കണ്ണ് പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ, നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവം പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് ചുഴിഞ്ഞെടുത്തും വെട്ടിക്കളയാൻ ക്രിസ്തു പറയുമ്പോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടരുത്. യൂദാസ് എഴുതിയ ലേഖനം 1 അധ്യായം മാത്രമേ ഉള്ളൂ. അതിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറിക്കൂടിയിട്ടുണ്ട്. അവർ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്നുവെന്ന. ദൈവത്തിന്റെ കൃപ തങ്ങളുടെ അശുദ്ധപരമായ ജീവിതത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, ദൈവം ഇതെല്ലാം ക്ഷമിക്കുമെന്ന്. ഒരു തരത്തിലും ഒത്തുതീർപ്പിലേക്ക് പോകരുതെന്നാണ് ഈശോ പറയണേ. ആത്മീയപരമായ ഒരു ജീവിതത്തിൽ ഒത്തുതീർപ്പിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും പോകരുത്. ആണയിടരുത് എന്ന് പറയുമ്പോൾ നീ പറയുന്നത് എപ്പോഴും സത്യമായിരിക്കണം. എന്തിനാണ് നമ്മൾ ആണയിടുന്നേ? ഇപ്പോൾ പറഞ്ഞ കാര്യം സത്യമാണ്, ഞാൻ നുണ പറയുന്ന ഒരു വ്യക്തിയാണ്, ഇപ്പോൾ പറഞ്ഞത് ശരിയാണ് എന്ന് ഈശോ പറയുന്നു. അതങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ആണയിടുമ്പോൾ, നമ്മൾ സത്യം നുണ പറയുമ്പോൾ, അഹങ്കാരവും നുണയും പിശാചിന്റെ സ്വഭാവമാണ്. അഹങ്കാരവും നുണയും പിശാചിന്റെ സ്വഭാവമാണെന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആത്മീയമായ ഒരു ആയുധം ധരിക്കണമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യം ഇതാണ്. ആദ്യം നിങ്ങൾ ധരിക്കേണ്ടത് സത്യം കൊണ്ട് അരമുറുക്കുവിനെന്നാണ് അപ്പോസ്തലൻ നമ്മോട് പറയണേ. സത്യം കൊണ്ട് അരമുറുക്കണം. നുണ, അസൂയ അത് പിശാചിന്റെ സ്വഭാവമാണ്. സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണെന്ന്. സങ്കീർത്തനം 101-ാം സങ്കീർത്തനം 5-ാം വാക്യവും 7-ാം വാക്യത്തിൽ 5-ാം വാക്യം പറയുന്നു, അയൽക്കാരനെതിരെ ഏഷ്ണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. 7-ാം വാക്യം പറയുന്നു, വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കില്ല, നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരുവാനായിട്ട് ആകില്ല എന്ന്. നമ്മൾ ഒരിക്കലും ആണയിടരുത്, നുണ പറയരുത്. നുണയും അസൂയയും അത് പിശാചിന്റെ സ്വഭാവമാണെന്ന് ഈശോ പറയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ പറയുന്നു, നുണ പറയുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്, അവൻ നുണയനും നുണയന്റെ പിതാവുമാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വായനകളിൽ നമ്മൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ നിയമത്തിലുള്ള ഒരു അഴിച്ചുപണിയാണ്. നിയമജ്ഞര് വരേസയിൽ പറഞ്ഞു വെച്ചതിനപ്പുറമായിട്ട് സ്വർഗത്തിന്റെ സ്വഭാവം, സ്വർഗം എന്താണോ ആഗ്രഹിച്ചത് നിയമങ്ങൾ നൽകിക്കൊണ്ട്
കൽപ്പനകൾ നൽകിക്കൊണ്ട് ഒരു മനുഷ്യനിൽ നിന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വർഗത്തിന്റെ പുത്രൻ ഭൂമിയിൽ വന്നുകൊണ്ട് പഠിപ്പിക്കുന്നതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. കർത്താവിൻ്റെ ഒരു അഴിച്ചുപണി. ഇന്നേ ദിനത്തിൽ പിശാചിന്റെ തടവറയിലാകാതിരിക്കാൻ, അവന്റെ സ്വഭാവമായ അസൂയ നുണപറച്ചിലുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഉള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഇന്നേ ദിനത്തിൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ.